സോ MEC 104 ബ്ലോക്ക് 1 സൊസൈറ്റി എൻവയൺമെന്റ് ആൻഡ് ഇക്കോണമി എന്ന ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 1ന്റെ പേര് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റ്. ഓക്കെ, ശരി. അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സൊസൈറ്റി, എന്താണ് സ്റ്റേറ്റ്, എന്താണ് മാർക്കറ്റ്, ഈ മൂന്നും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സ് എന്താണ്, ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ യൂണിറ്റ് തുടങ്ങുന്നത്. അതിനുശേഷം പോവേർട്ടി എന്ന കോൺസെപ്റ്റ് എന്താണ്, പോവേർട്ടിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ പഠിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇനീക്വാലിറ്റി, ഇനീക്വാലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീക്വാലിറ്റി മെഷർ ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇന്ത്യൻ കണ്ടെക്സ്റ്റിലെ പോവർട്ടി എസ്റ്റിമേഷൻ ഏതൊക്കെ കമ്മിറ്റീസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, ഓരോ കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ബ്രോഡായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് യൂണിറ്റ് ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് ദി മാർക്കറ്റ്. അതായിരിക്കും നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം. പിന്നെ നമ്മൾ റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ എ മാർക്കറ്റ് ഇക്കോണമി. ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ ആ ഗവൺമെന്റ് സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ കൊടുക്കുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെലവൻസ് എന്താണ്, അവരെന്താണ് മാർക്കറ്റ് ഇക്കോണമിയിൽ ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ്. പിന്നെ മെത്തേഡ്സ് ഓഫ് പോവർട്ടി മെഷർമെന്റ്, ദാരിദ്ര്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ നമ്മൾ പറ്റി പഠിക്കും, ആ കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കും. അതിനുശേഷം എങ്ങനെയാണ് പോവർട്ടിനെ മെഷർ ചെയ്യുന്നതെന്ന് പഠിക്കും. പിന്നെ ഇനീക്വാലിറ്റിനെ എങ്ങനെ മെഷർ ചെയ്യുന്നതെന്ന് പഠിക്കും. പിന്നെ പോവർട്ടിയുടെ ഇനീക്വാലിറ്റിയുടെയും ആക്സിയംസ്, അതായത് ഒരു ഐഡിയൽ മെഷർ ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ഒരു ഐഡിയൽ മെഷർ ഓഫ് ഇനീക്വാലിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ. അതായത് എന്തൊക്കെ ആക്സിയംസ്, എന്തൊക്കെ കാര്യങ്ങൾ അത് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്കൊരു ഐഡിയൽ മെഷർ ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ഐഡിയൽ മെഷർ ഓഫ് ഇനീക്വാലിറ്റി കിട്ടും, അതായിരിക്കും നമ്മൾ ഈ ആക്സിയംസിൽ പഠിക്കുന്നത്. പിന്നെ ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ്, കുസ്നെറ്റ്സിന്റെ ഒരു ഹൈപ്പോത്തസിസ് ആണ് ഇൻവേർട്ടഡ് യു ഹൈപ്പോത്തസിസ്, അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഏറ്റവും അവസാനമായിട്ട് പോസ്റ്റ് റിഫോം പോവർട്ടി ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, അതായത് 1990 റിഫോംസിന് ശേഷം ഇന്ത്യയുടെ പോവർട്ടിയുടെ ട്രെൻഡ് എങ്ങനെയായിരുന്നു, ലൈക്ക് പോവർട്ടി കൂടിയോ പോവർട്ടി കുറഞ്ഞോ, ഏതൊക്കെ കമ്മിറ്റീസ് ആണ് പോവർട്ടിനെ ഇന്ത്യയിൽ എസ്റ്റിമേറ്റ് ചെയ്തത്, അതൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ബ്രോഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കാര്യത്തിലോട്ട് കടക്കാം. അതാണ് സൊസൈറ്റി, സ്റ്റേറ്റ് ആൻഡ് ദി മാർക്കറ്റ്. മോഡേൺ സൊസൈറ്റി, നമ്മളൊരു മോഡേൺ സമൂഹത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സൊസൈറ്റിനെ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ സിവിൽ സൊസൈറ്റി, പിന്നെ സ്റ്റേറ്റ് ഉണ്ടാവും, മാർക്കറ്റും ഉണ്ടാവും. ഓക്കെ, ഈ 3 കാര്യങ്ങളുടെ ഒരു ഇന്റർഫേസ് ആണ് നമ്മുടെ മോഡേൺ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. അതായത് മോഡേൺ സൊസൈറ്റി ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു 3 realms: society, state and the market, and the interfaces of these 3 lay the structural foundation of modern society. ഫൈൻ. എന്താണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? സമൂഹം എന്താണ്? സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റി, ഒരു പെർട്ടിക്കുലർ ഡിഫൈൻഡ് ടെറിട്ടറിയിൽ ഏകദേശം ഒരേപോലത്തെ കൾച്ചറും ഒരേപോലത്തെ കസ്റ്റംസും ഉള്ളില് ഒരുപാട് ഇന്റർ റിലേഷൻഷിപ്സും ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഷെയറിംഗ് എ ഡിഫൈൻഡ് ടെറിട്ടറി ആൻഡ് കൾച്ചർ, ഇൻക്ലൂഡിംഗ് ദ റിലേഷൻഷിപ്സ് അമംഗ് ദ പീപ്പിൾ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്തിൻ ദാറ്റ് ഗ്രൂപ്പ്. ഓക്കെ, സൊസൈറ്റി എന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു നെറ്റ്വർക്ക് ആണ്. സോഷ്യോളജിയിൽ പറയാ ഇറ്റ് ഈസ് എ സോഷ്യൽ നെറ്റ്വർക്ക്, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് ഇന്ററാക്ഷൻസ് എന്ന് പറയാം. അതായത് ഒരു സിസ്റ്റമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിനുള്ളിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെ തന്നെ ആൾക്കാർ തമ്മിൽ ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ടാവും. അവർ മിക്ക സിറ്റുവേഷൻസിൽ ഒരു ഡിഫൈൻ ടെറിട്ടറി അല്ലെങ്കിൽ ഡിഫൈൻ കൾച്ചറിലായിരിക്കും അവർ ഇൻഹാബിറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഒരു സൊസൈറ്റി എന്ന് പറയാം. ബ്രോഡ്ലി പറയാം നമ്മുടെ സമൂഹത്തിനെ ആലോചിച്ചാൽ മതി എന്താണ് സൊസൈറ്റി. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവർണൻസ് സ്ട്രക്ചർ ആണ്. അതായത് ഇറ്റ് ഈസ് എ സോവറിൻ എൻറ്റിറ്റി ഹാവിംഗ് സുപ്രീം റൂൾ ഓവർ ഇറ്റ്സ് ടെറിട്ടറി. അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം എന്നല്ല അർത്ഥം വരുന്നത്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ സ്ട്രക്ചറും, അത് മേ ബി അത് ലോക്കൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, നാഷണൽ ഗവൺമെന്റ് ആവാം. ഈ പല ഗവൺമെന്റിന്റെ കീഴിൽ ഓട്ടോണമസ് അസോസിയേഷൻ യൂണിറ്റ്സ് ആവാം. ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാം കൂടെ നമ്മൾ ബ്രോഡ്ലി ആലോചിക്കുക, നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് മാർക്കറ്റ്. വാട്ട് ഈസ് എ മാർക്കറ്റ്? മാർക്കറ്റ് ഇസ് എ പ്ലേസ് വെർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇന്ററാക്ട്. അതായത് ഓൺലൈൻ ആവാം, അത് ഓഫ്ലൈൻ ആവാം.
ബയേഴ്സും സെല്ലേഴ്സും സെല്ലിങ്ങിനും പെർച്ചേസിനും വേണ്ടി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഈ സൊസൈറ്റിയും സ്റ്റേറ്റും മാർക്കറ്റും, ഇത് ക്ലിയർ ആണല്ലോ? ഫൈൻ. ഈ സൊസൈറ്റിയും സ്റ്റേറ്റും മാർക്കറ്റും തമ്മിൽ ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് ഇതിൽ ഓരോ കാര്യങ്ങളും ഓരോന്നിനെയും ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. ഫൈൻ. ഒരു വിജിലന്റ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടെങ്കിൽ ആ സൊസൈറ്റി സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ മാർക്കറ്റിനെയും കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആക്കും. ഇമാജിൻ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്, ആൾക്കാർ വിജിലന്റ് ആണ്. അതായത് സാധനങ്ങളുടെ പൈസ കൂടുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും ആ പൈസ കൂടുന്നുണ്ട്. ആൾക്കാർ ഒരു പക്ഷേ മേ ബി പ്രൊട്ടസ്റ്റ് ചെയ്യും. അല്ലെ ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെന്റിന് കീഴിൽ ഒരു മൊണോപ്പൊളൈസേഷൻ നടക്കുകയാണ്. അതായത് ഗവൺമെന്റ് സപ്പോർട്ടിങ് എ പെർട്ടിക്കുലർ കോർപ്പറേറ്റ്. ആ കോർപ്പറേറ്റ് മൊണോപ്പൊളൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിജിലൻസ് സൊസൈറ്റി ആണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യും, അതിനെതിരെ അവർ വോയിസ് റൈസ് ചെയ്യും. സോ എപ്പോഴും ഒരു വിജിലൻസ് സൊസൈറ്റി ഉണ്ടെങ്കിൽ സ്റ്റേറ്റിനെയും മാർക്കറ്റിനെയും കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ ഈ വിജിലൻസ് സൊസൈറ്റിക്ക് സാധിക്കും. ഓക്കെ. എപ്പോഴും മാർക്കറ്റ് ഫെയിലിയറിന്റെ റിസ്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും. ഈവൻ ഇഫ് ദ സ്റ്റേറ്റ് ഫെയിൽസ് ടു പ്രിവെന്റ് മാർക്കറ്റ് ഫ്രം ഫെയിലിംഗ്, ഇഫ് എ വിജിലൻസ് സൊസൈറ്റി എക്സിസ്റ്റ്, ആ സൊസൈറ്റിക്ക് മാർക്കറ്റ് ഫെയിലിയറിന്റെ കണ്ടീഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വിജിലൻസ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ്. അതായത് എപ്പോഴും ഒരു എഡ്യൂക്കേറ്റഡും ഒരു കാര്യങ്ങളെ പറ്റി ഗൗരവമുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് എപ്പോഴും ഒരു വോയിസ് ഉണ്ടാവും. ഒരു സ്റ്റേറ്റിനെ മാർക്കറ്റിനെ ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടു നടക്കാനും സ്റ്റേറ്റിനെ ഇമ്പാക്ട് ചെയ്യാനും ഒക്കെ. അത് നിങ്ങളുടെ സൊസൈറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ശരി, സ്റ്റേറ്റ് എന്തിനാണ്? നമുക്കിപ്പം നമ്മൾ പറയും എന്തിനാണ് ഗവൺമെന്റ് സ്ട്രക്ചർ എന്തിനാണ്? ഗവൺമെന്റ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തിയറിറ്റിക്കലി എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെ. അവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ല. അതായത് പണ്ട് ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പ്രീ 1929 ഒക്കെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഒക്കെ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ദേ വർ അഡ്വക്കേറ്റിംഗ് ഫോർ വാട്ട് ഈസ് കോൾഡ് എസ് നോ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇൻ ദ മാർക്കറ്റ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എന്തിനാണ് സ്റ്റേറ്റിന് വേണ്ടത്? സ്റ്റേറ്റിന് നമുക്ക് വേണം മാർക്കറ്റിൽ എക്സ്റ്റേണാലിറ്റീസ് കറക്റ്റ് ചെയ്യാൻ. എക്സ്റ്റേണാലിറ്റീസ് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ഫേംസ് ഉണ്ട് വിചാരിക്കുക, 2 പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ്. ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ട്, താഴെ ഒരു ഫിഷറി. ഇതാണ് ക്ലാസിക് എക്സാമ്പിൾ ഓഫ് എക്സ്റ്റേണാലിറ്റീസ്. സ്റ്റീൽ ഫാക്ടറി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പൊല്യൂട്ടൻസിനെ റിവറിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടാവും. ആ പൊല്യൂട്ടൻസ് കാരണം താഴെയുള്ള ഫിഷറീസിന്റെ ഔട്ട്പുട്ട് കുറയും, ഫിഷിന്റെ ഔട്ട്പുട്ട് കുറയുന്നുണ്ടാവും. സോ വിതൗട്ട് ഈവൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ മോണിറ്ററി ട്രാൻസാക്ഷൻ, അതായത് അവിടെ ഒരു പൈസയുടെ ട്രാൻസാക്ഷനോ, അതായത് പൊല്യൂഷന് ഇയാൾ പൈസ കൊടുക്കുന്നൊന്നുമില്ലല്ലോ പൊല്യൂട്ട് ചെയ്യുന്നതിന്. അപ്പം ഈ ഫേമിന്റെ ആക്ഷൻ ഇസ് കോസിങ് ഡാമേജ് ടു ദ ഫിഷറി. അതാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണാലിറ്റി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ വേണ്ടി വരും. നോട്ട് നെസസറി അല്ല, ബട്ട് സ്റ്റേറ്റ് ഇസ് നീഡഡ് ടു കറക്റ്റ് എക്സ്റ്റേണാലിറ്റീസ്. പബ്ലിക് ഗുഡ്സിന്റെ പ്രൊവിഷൻ, ഇപ്പം നാഷണൽ ഡിഫൻസ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, അങ്ങനത്തെ പബ്ലിക് ഗുഡ്സിന്റെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, പൊല്യൂഷൻ പോലത്തെ എൻവയോൺമെന്റൽ ബാഡ്സിനെ റെഗുലേറ്റ് ചെയ്യാനും, ക്ലൈമറ്റ് ചേഞ്ച് പോലത്തെ ഗ്ലോബൽ ചാലഞ്ചസിനെ കോമ്പാറ്റ് ചെയ്യാനോ അല്ലെ ടാക്കിൾ ചെയ്യാനോ ഒക്കെ നമുക്ക് സ്റ്റേറ്റിന്റെ റോൾ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് റെഗുലേഷന്റെ ആവശ്യം എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് എങ്ങനെ ഇന്റർവീൻ ചെയ്യുന്നത്? സ്റ്റേറ്റ് മേ ബി ടാക്സേഷൻ വഴിയായിരിക്കും ഇന്റർവീൻ ചെയ്യുന്നത്, മേ ബി കമാൻഡ് ആൻഡ് കൺട്രോൾ വഴിയായിരിക്കും സ്റ്റേറ്റ് ഇന്റർവീൻ ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് പറയായിരിക്കും ദിസ് ഇസ് എ മാക്സിമം യൂണിറ്റ് ഓഫ് പൊല്യൂഷൻ ദാറ്റ് യു കൻ എമിറ്റ് ഫ്രം യുവർ ഫാക്ടറി. അതിന് കമാൻഡ് ആൻഡ് കൺട്രോൾ റെഗുലേഷൻ എന്ന് പറയും നമ്മൾ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സേഷൻ വഴി സ്റ്റേറ്റ് മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യുന്നുണ്ട്. സബ്സിഡീസ് കുറച്ച് സ്റ്റേറ്റ് മാർക്കറ്റിൽ ഇന്റർവീൻ ചെയ്യുന്നുണ്ട്. ഫൈൻ. ഇപ്പൊ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് എന്താ, ദേ അഡ്വക്കേറ്റഡ് ഫോർ മിനിമൽ സ്റ്റേറ്റ്, whereas the Keynesians advocated for state intervention markets. അതായത് 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായതിനു ശേഷം ഏതൊരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആയാലും വിത്തൗട്ട് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ആ ഇക്കോണമി വിൽ കൊളാപ്സ് ഇൻ ക്രൈസിസ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായപ്പം ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് ഇക്കോണമിക്സ് വന്നു, ഒരു പുതിയ റെവല്യൂഷൻ വന്നു. ദാറ്റ് ഇസ് കോൾഡ് കെയ്നീഷ്യൻ റെവല്യൂഷൻ. കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്താണ്? കെയ്ൻസ് എന്താ അഡ്വക്കേറ്റ് ചെയ്തത്? മാർക്കറ്റിൽ സ്റ്റേറ്റിന് ഇന്റർവെൻഷൻ വേണം. ദ സ്റ്റേറ്റ് ഇസ് റിക്വയർഡ് ടു ഇന്റർവീൻ ഇൻ ദ മാർക്കറ്റ്. ഓക്കെ. അപ്പം അങ്ങനെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റും കെയ്നീഷ്യൻസും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റേറ്റിന് ഇന്റർവെൻഷൻ നോക്കുമ്പോൾ വി ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ് ഇൻ 2 സെൻസസ്. 2 ആംഗിൾസിൽ നമുക്ക് നോക്കാം. ഒന്ന് പബ്ലിക് ഇൻട്രസ്റ്റ് തിയറിയും ഒന്ന് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തിയറിയാണ്. പബ്ലിക് ഇൻട്രസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഫോർ ദ വെൽഫെയർ ഓഫ് ദ ജനറൽ പബ്ലിക്, അതായത്
കോമൺ ഗോൾസിനെ സാറ്റിസ്ഫൈ ചെയ്യുക, കോമൺ വെൽഫെയർ നമുക്ക് വെൽഫെയറിനെ എൻഷുർ ചെയ്യുക, ആ കാര്യത്തിനൊക്കെ അങ്ങനത്തെ രീതിയിലാണ് സ്റ്റേറ്റ് ഇന്റർവീൻ ചെയ്യുന്നെങ്കിൽ അത് ഇറ്റ് ഫോൾസ് അണ്ടർ പബ്ലിക് ഇൻട്രസ്റ്റ് തിയറി. അതേസമയം ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം സപ്പോർട്ട് ചെയ്യാണ് ഗവൺമെന്റ്. ഫോർ എക്സാമ്പിൾ സേ പെർട്ടിക്കുലർ ഗവൺമെന്റ് എന്താണ് സപ്പോർട്ടിങ് ഒരു വൺ ക്യാപിറ്റലിസ്റ്റ്, ആ ക്യാപിറ്റലിസ്റ്റിനെ വളരാൻ വേണ്ടിയിട്ട് മാത്രം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാണ്, ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം സപ്പോർട്ട് ചെയ്യാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തിയറിയിലാണ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ രണ്ട് രീതിയിലായിരിക്കും, പബ്ലിക് ഇൻട്രസ്റ്റ് തിയറി ഉണ്ട്, അതുപോലെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തിയറി ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഈ സ്റ്റേറ്റും മാർക്കറ്റും സൊസൈറ്റിയും തമ്മിൽ എപ്പോഴും ഒരു ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ട്. മാർക്കറ്റ് ഫ്രീ ആൻഡ് ഫെയർ, മാർക്കറ്റ് ഫ്രീ ആണെങ്കിൽ പോലും ആ മാർക്കറ്റിൽ സ്റ്റേറ്റിന് ഇന്റർവെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിജിലൻസ് സൊസൈറ്റിക്ക് ആ മാർക്കറ്റിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഫൈൻ. ഇനി നമ്മൾ പോകുന്നത് റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മാർക്കറ്റ് ഇക്കോണമി. ഒരു മാർക്കറ്റ് ഇക്കോണമിയിൽ എന്താണ് സ്റ്റേറ്റിന്റെ പങ്ക്? അതിൽ കുറച്ച്, ആദ്യത്തെ കാര്യം പ്രൊവൈഡിങ് ക്ലിയർ ലീഗൽ സ്ട്രക്ചർ. അതായത് ഏതൊരു ഇക്കോണമിക് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ, ഏതൊരു ഇക്കോണമിക്ക് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണമെങ്കിലും അവിടെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ലീഗൽ സ്ട്രക്ചർ വേണം. അതായത് ആരാണ് എന്ത് ഓൺ ചെയ്യുന്നത്, ആർക്കാണ് എന്തിന്റെ മേലുള്ള അധികാരം, എന്നാൽ മാത്രമേ ഇക്കോണമിക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലീഗൽ സ്ട്രക്ചറിൽ വരുന്ന എലമെന്റ്സ് ആണ് പ്രോപ്പർട്ടി റൈറ്റ്സ്, കോൺട്രാക്ട്സ്, ലെജിസ്ലേഷൻസ്, ഓക്കെ, ലോസ് വേണം നമുക്ക് ഇക്കോണമിയിൽ. ലോ മേ ബി പോലീസ് വേണം ഇക്കോണമിയിൽ. ഒരു പ്രോപ്പർ ജുഡീഷ്യറി വേണം നമുക്ക് ഇക്കോണമിയിൽ. പിന്നെ നമുക്ക് എന്ത് വേണം, എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ ഏജൻസീസ് വേണം. പിന്നെ നമുക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം, ക്ലിയർലി ഡിഫൈൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം. അപ്പൊ ഈ ലീഗൽ സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ആദ്യത്തെ റോള് മാർക്കറ്റ് ഇക്കോണമിയിൽ. രണ്ടാമത്തത് കൺട്രോളിങ് മൊനോപ്പൊലി പവർ. മൊനോപ്പൊലി എന്ന് പറയുന്നത് വെൻ എ പെർട്ടിക്കുലർ ഫേം, വെൻ എ സിംഗിൾ ഫേം ഇസ് കൺട്രോളിങ് ദ എൻറ്റയർ മാർക്കറ്റ്, അതാണ് നമ്മൾ മൊനോപ്പൊളി എന്ന് പറയാം. മൊനോപ്പൊളി എപ്പോഴും എന്താണ്, കോമൺ പബ്ലിക്കിന് എതിരായിരിക്കും. ദേ ക്യാൻ ചാർജ്, എത്ര പ്രൈസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം അവർക്ക്, എന്നിട്ട് പബ്ലിക്കിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. സോ ദർ ഷുഡ് ബി എ ടെൻഡൻസി, ദർ ഇസ് ഓൾവേസ് എ ടെൻഡൻസി ഓഫ് മൊണോപ്പൊളൈസേഷൻ. ഏതൊരു ക്യാപിറ്റലിസ്റ്റ്, ഏതൊരു കോർപ്പറേറ്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ, കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം മൊണോപ്പൊളൈസേഷൻ വുഡ് ബി ഗിവിംഗ് ദ മോർ പ്രോഫിറ്റ്. സോ ദർ വുഡ് ബി എ ടെൻഡൻസി ഫോർ മൊണോപ്പൊളൈസേഷൻ. അത് കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് വേണം. അടുത്തതാണ് അഫർമേറ്റീവ് ആക്ഷൻസ് ടു റെഡ്യൂസ് ഇനീക്വാലിറ്റി. അഫർമേറ്റീവ് ആക്ഷൻ മേ ബി റിസർവേഷൻസ് കൊടുക്കുക. അതായത് ഏതൊരു സൊസൈറ്റിയിലും ഇൻഹറന്റ് ആയിട്ട് കുറച്ച് ഇനീക്വാലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഇക്കോണമി വളരുമ്പോൾ ആ ഇനീക്വാലിറ്റി വേഴ്സൺ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ചില ഗ്രൂപ്പുകൾ തഴയപ്പെടും. അവർക്ക് അഫർമേറ്റീവ് ആക്ഷൻസ് വഴി അവരെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ലിഫ്റ്റ് ചെയ്യണം. അതിന് നമുക്ക് സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വേണ്ടി വരും. പിന്നെ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ആൻഡ് ക്വാസി പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് അറിയാലോ, പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ ഇൻ ക്യാരക്ടർ. അതായത് നമുക്ക് ആരെ അതിന്റെ പബ്ലിക് ഗുഡ്സിന്റെ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നതിൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരാൾ പബ്ലിക് ഗുഡ് കൺസ്യൂം ചെയ്താൽ മറ്റേ ആളുടെ കൺസംഷനിൽ അതൊരു നഷ്ടം വരുത്താൻ പോകുന്നില്ല. അങ്ങനത്തെ ഗുഡ്സിനാണ് നമ്മൾ എന്ത് പറയാം, പബ്ലിക് ഗുഡ്സ് എന്ന് പറയാം. സോ പബ്ലിക് ഗുഡ്സിന്റെ പ്രൊവിഷന് നമുക്ക് എന്ത് വേണം, ഗവൺമെന്റ് വേണം. കാരണം പബ്ലിക് ഗുഡ്സ് എപ്പോഴും അണ്ടർ പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും ഇക്കോണമിയിൽ. ഫൈൻ. അതുപോലെ പബ്ലിക് ബാഡ്സ് എപ്പോഴും ഓവർ പ്രൊഡ്യൂസ്ഡ് ആയിരിക്കും ഇക്കോണമിയിൽ. സോ പബ്ലിക് ഗുഡ്സിന്റെ പ്രൊവിഷനിൽ എപ്പോഴും ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം. ക്വാസി പബ്ലിക് ഗുഡ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് ആര് വേണം, സ്റ്റേറ്റ് വേണം. ഫൈൻ. അടുത്തതാണ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് വഴി ഇക്കോണമിനെ സ്റ്റെബിലൈസ് ചെയ്യുക. ഇക്കോണമി മേ ബി സബ്ജക്ട് ടു ലോട്ട് ഓഫ് ഫ്ലക്ച്വേഷൻസ്. ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പം നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദി ഇക്കോണമീസ് ആർ ഓപ്പൺ ഇക്കോണമീസ്. അതായത് വി ആർ എക്സ്പോർട്ടിങ്, വി ആർ ഇമ്പോർട്ടിങ്, വി ആർ റിസീവിംഗ് ഫോറിൻ റെമിറ്റൻസസ്, വി ആർ റിസീവിംഗ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടുന്ന് ആൾക്കാർ വി ആർ എക്സ്പോർട്ടിങ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ്, അല്ലെ, വി ആർ എക്സ്പോർട്ടിങ് ഗൂഡ്സ്, എക്സ്പോർട്ടിങ് ഫോറിൻ കറൻസി, ഇമ്പോർട്ടിങ്, എല്ലാം ഓപ്പൺ ഇക്കോണമിയാണ്. അപ്പൊ എന്താണ്, പുറത്തൊക്കെ ചലഞ്ചസ് ഉണ്ടാകും. നമ്മുടെ ഇക്കോണമിയുടെ സ്റ്റെബിലിറ്റി ലൂസ് ആവും. സോ സ്റ്റെബിലൈസ് ഇക്കോണമി ത്രൂ മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി ആണ് സ്റ്റേറ്റിന്റെ അതർ റോൾ. മോണിറ്ററി പോളിസി is concerned with money supply and which is primarily done by the central bank of the country, and fiscal policy is concerned with എന്താണ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ടാക്സേഷൻ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ് ഫിസിക്കൽ പോളിസി. സോ യു നീഡ് എ ഗവൺമെന്റ് ടു സ്റ്റെബിലൈസ് ദ ഇക്കോണമി ത്രൂ മോണിറ്ററി പോളിസീസ് ആൻഡ് ഫിസിക്കൽ പോളിസീസ്. അടുത്ത റോളാണ് കോംബാറ്റ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി അക്രോസ് റീജിയൻസ്, ജെൻഡർ, കാസ്റ്റ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അതായത് നമ്മൾ പറയും ഇക്കോണമിക് ഗ്രോത്ത് ഇസ് നെസസറി ബട്ട് നോട്ട് സഫീഷ്യന്റ് ഫോർ ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണ്ടാവും, GDP നമ്പേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കണ്ടാവും, ഗ്രോത്ത് റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കണ്ടാവും, താഴെ കിടക്കുന്ന പോപ്പുലേഷൻ എപ്പോഴും താഴോണ്ടേ ഇരിക്കണ്ടാവും, ഇനീക്വാലിറ്റി വേഴ്സൺ ചെയ്ത
പോവർട്ടി ഗ്രോ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ ഗ്രോത്ത് ഒരിക്കലും ഇക്കോണമിക് ഗ്രോത്ത് എപ്പോഴും നമുക്ക് പോപ്പുലേഷനിലോട്ട് ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്, പോവർട്ടി ഇൻഇക്വാലിറ്റി പോലത്തെ ചാലഞ്ചസ് മിനിമൈസ് ചെയ്യുന്നുണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ യു നീഡ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ടു കോമ്പാറ്റ് പോവർട്ടി ഇൻഇക്വാലിറ്റി. അത് മേ ബി റിസർവേഷൻസ് വഴിയാവാം, സബ്സിഡീസ് വഴിയാവാം, ട്രാൻസ്ഫേഴ്സ് വഴിയാവാം, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻസ് വഴിയാവാം, വിമൻ എംപവർമെന്റ് വഴിയാവാം, പോവർട്ടി ഇറാഡിക്കേഷൻസ് പ്രോഗ്രാംസ് വഴിയാവാം. ഓക്കെ, പിന്നെ എക്സ്റ്റേണാലിറ്റീസ് കറക്റ്റ് ചെയ്യാൻ, എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് റിക്വയർഡ്. ആൻഡ് ടു ഇന്റർവീൻ ഇൻ കേസ് ഓഫ് ഇൻഫർമേഷൻ ആസിമെട്രി. ഇൻഫർമേഷൻ ആസിമെട്രി എന്താണ്? ഒരു മാർക്കറ്റിൽ മേ ബി ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും. ബയേഴ്സും സെല്ലേഴ്സും നോക്കുന്ന സമയത്ത് മേ ബി ബയേഴ്സ് മൈറ്റ് ഹാവ് മോർ ഇൻഫർമേഷൻ കമ്പയർഡ് ടു സെല്ലേഴ്സ്, ഓർ സെല്ലേഴ്സ് മൈറ്റ് ഹാവ് മോർ ഇൻഫർമേഷൻ കമ്പയർഡ് ടു ബയേഴ്സ്. ഇതാണ് ഇൻഫർമേഷൻ ആസിമെട്രി എന്ന് പറയുന്നത്. രണ്ട് പാർട്ടീനെ വെച്ച് നോക്കുമ്പം അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരിക്കും മറ്റേ പാർട്ടിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവുക. സോ ഇൻ കേസ് ഓഫ് ഇൻഫർമേഷൻ ആസിമെട്രി ഓൾസോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇസ് റിക്വയർഡ്. സോ ഇവിടെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്, അതാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ എ മാർക്കറ്റ് ഇക്കോണമി. സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോവറിൻ എൻറ്റിറ്റി ആണ്. ആ ടെറിട്ടറി മൊത്തം റൂൾ ചെയ്യുന്നത്. സ്റ്റേറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടന്റ് റോൾ ഇൻ മാർക്കറ്റ് ഇക്കോണമി. So the following are the ways in which state can intervene in the market economy എന്ന് എഴുതിയിട്ട് you can write providing clear legal structure. Explain ചെയ്യാം. Okay, legal structure is vital for any economy to function. Legal structure എന്തൊക്കെ രീതിയിലായിരിക്കും? It can be in the form of property rights, it can be in the form of enforcing the contracts, it can be in the form of enforcing legislative laws, it can be in the form of having an effective judiciary in the economy. അതൊക്കെയാണ് legal structure. Controlling monopoly power, affirmative actions to reduce inequality, പ്രൊവിഷൻസ് ഓഫ് പബ്ലിക് ആൻഡ് ക്വാസി പബ്ലിക് ഗുഡ്സ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൈൻ. സോ ഇതാണ് സ്റ്റേറ്റിന്റെ മാർക്കറ്റ് ഇക്കോണമിയിലെ റോൾ എന്ന് പറയുന്നത്. ഫൈൻ. സോ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സ്റ്റേറ്റിന്റെ റോളിനെ പറ്റി പറഞ്ഞു. സ്റ്റേറ്റിന്റെയും സൊസൈറ്റിയുടെയും അതുപോലെ സൊസൈറ്റിയുടെയും സ്റ്റേറ്റിന്റെയും സൊസൈറ്റി സ്റ്റേറ്റിന്റെയും മാർക്കറ്റിന്റെയും ഇന്റർഫേസ്, അവരുടെ ഇന്റർ റിലേഷൻഷിപ്സ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫൈൻ. Now we are going to enter into this concept. അതാണ് പോവർട്ടി, ദാരിദ്ര്യം. എന്താണ് പോവർട്ടി? പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാക്ക് ഓഫ് ആക്സസ് ടു മിനിമം നീഡ്സ്. ഏതൊരു ഇൻഡിവിജ്വലിനും സർവൈവ് ചെയ്യണമെങ്കിൽ കുറച്ച് ബേസിക് നെസസിറ്റീസ് ഉണ്ടാവും. ഫുഡ് ആൻഡ് ഷെൽട്ടർ, ക്ലോത്തിങ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹെൽത്ത് കെയർ, ഫിസിക്കൽ ഹെൽത്ത്. ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വേണം, അല്ലെങ്കിൽ ഞാൻ പോറാന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോവർട്ടിനെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം. അഗൈൻ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആബ്സല്യൂട്ട് പോവർട്ടിയും റിലേറ്റീവ് പോവർട്ടിയും. സോ പോവർട്ടി എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ആക്സസ് ടു മിനിമം നീഡ്സ് ആണ്. ഓക്കെ, വി ക്യാൻ ലുക്ക് അറ്റ് പോവർട്ടി ത്രൂ ടു ഡിഫറെന്റ് ആംഗിൾസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് we have a concept called absolute poverty. Absolute poverty is basically a lack of minimum basic needs. Okay, അതായത് എൻ്റെ കയ്യിൽ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഇല്ല, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇല്ല, ക്ലോത്തിങ് ഇല്ല, ഷെൽട്ടർ ഇല്ല, പ്രിവെന്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹെൽത്ത് കെയറും ഫിസിക്കൽ ഹെൽത്തും ഇല്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ എന്ത് പറയും? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ലഭിക്കാത്ത ഒരു ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ പുവർ ആണെന്ന് പറയും. അതാണ് ആബ്സല്യൂട്ട് പോവർട്ടി. അതായത് ഒരു മിനിമം ഉണ്ട്. അതായത് ഒരു മനുഷ്യന് ഒരു മാസം ജീവിക്കണമെങ്കിൽ ഒരു മാസം ജീവിക്കണ കണക്ക് എങ്ങനെ കൂട്ടുക? ഈ കാര്യങ്ങളിലൊക്കെ ഒരു മാസം എത്ര ആവറേജ് സ്പെൻഡ് ചെയ്യുന്നു നോക്കിയിട്ട് ആ ജീവിക്കണമെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിന്റെ താഴെയാണ് എൻ്റെ ഇൻകം വരുന്നെങ്കിൽ, ആ ലിമിറ്റിന്റെ താഴെയാണ് ഞാൻ കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അയാൾ ആബ്സല്യൂട്ട്ലി പുവർ ആണ്. ഈ ആബ്സല്യൂട്ട് പോവർട്ടിയുടെ കോൺസെപ്റ്റ് ഷോർട്ട് ടേമിലും മിഡിൽ ടേമിലും നമുക്ക് യൂസ്ഫുൾ ആണ്, റെലവെന്റ് ആണ്. റിലേറ്റീവ് പോവർട്ടി എന്താണ്? റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ പ്രിവെയിലിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നോക്കുമ്പം എൻ്റെ അവസ്ഥ എന്താണ്? ഐ വിൽ ഗിവ് യു എ സ്മോൾ എക്സാമ്പിൾ. ദർ ആർ 10 ഇൻഡിവിജ്വൽസ്. 9 of them are 10 ഇൻഡിവിജ്വൽസിനെ കമ്പയർ ചെയ്യുക. അതിൽ ഒരാൾ ഞാനാണ്, ബാക്കി 9 പേരുണ്ട്. ഞാൻ ആ ബാക്കി 9 പേര് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്? എൻ്റെ ലെവൽ എന്താണ്? ഞാൻ പുവർ ആണോ? മേ ബി എൻ്റെ ഇൻകം എന്ന് പറയുന്നത് ആ ഇക്കോണമിയിൽ ഒരു ബേസിക് നീഡ്സ് ഒക്കെ എനിക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇൻകം ആയിരിക്കും എൻ്റെത്. പക്ഷേ കമ്പയർ ടു ദോസ് പീപ്പിൾ വേർ ആം ഐ സ്റ്റാൻഡിങ്? അതാണ് ഞാൻ റിലേറ്റീവ് പോവർട്ടിയിൽ പഠിക്കാൻ പോകുന്നത്. അതായത് വേർ ഡു ഐ സ്റ്റാൻഡ് വെൻ ഐ കമ്പയർ മൈ സ്റ്റാൻഡേർഡ്സ് വിത്ത് അതേഴ്സ്? ആം ഐ പുവർ കമ്പയർ ടു അതേഴ്സ്? ഇതാണ് റിലേറ്റീവ്. അതായത് റിലേറ്റീവ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ അതാണല്ലോ, കമ്പാരിസൺ. ഫൈൻ. സോ അത് ഇൻകമും കൺസംഷൻ ഡിസ്ട്രിബ്യൂഷനും അതിന് ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സ് ആണ്.
ഇക്കോണമിയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇക്കോണമിയിലെ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, കൺസംഷൻ പാറ്റേൺ എങ്ങനെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻ ചെയ്യുക. ലോങ് റണ്ണിലെ റിലേറ്റീവ് പോവർട്ടിയാണ് നമുക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ഇൻ അനലൈസിങ് the issue of poverty. So poverty can be looked at through two different angles, absolute and relative. Okay, so poverty can be looked through two different angles, absolute and relative. Okay, അടുത്തത് നമ്മൾ പറഞ്ഞു poverty നമ്മൾ മെഷർ ചെയ്യും. How do we measure poverty? Poverty മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. Okay, so for measuring poverty we have got three methods: head count ratio, poverty gap ratio, സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പ് റേഷ്യോ. ഏതൊക്കെയാണ്? ഹെഡ് കൗണ്ട് റേഷ്യോ. ഹെഡ് കൗണ്ട് റേഷ്യോ എന്താ ഓർമ്മ വരുന്നത്? യു ആർ കൗണ്ടിങ് ദ ഹെഡ്സ്. എത്ര ആളാണ് പുവർ? ഹൗ മെനി പുവർ ആർ ദർ ഇൻ ദ ഇക്കോണമി? ഹൗ മെനി പുവർ ആർ ദർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട്? അതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. ഓക്കെ, ഹെഡ് കൗണ്ട് റേഷ്യോ ഒന്നുമില്ല. സി ഫോർ എക്സാമ്പിൾ, ഒരു ഡിസ്ട്രിക്ട് ഉണ്ട്, ആ ഡിസ്ട്രിക്റ്റിൽ 10,000 ആൾക്കാരുണ്ട്, അതിൽ 100 പേരുടെ ഇൻകം ഫോൾസ് ബിലോ ദ പോവർട്ടി ലൈൻ. ഓക്കെ, അങ്ങനെയാണ്, അല്ല ഫോൾസ് ബിലോ പെർട്ടിക്കുലർ മിനിമം നീഡ്, മിനിമം ഇൻകം അല്ലെ മിനിമം കൺസംഷൻ. അപ്പം യു സേ ദിസ് ഗൈ ഈസ് പോർ, ദിസ് ഗൈ ഈസ് പോർ, ദിസ് ഗൈ ഈസ് പോർ, ആൻഡ് യു വിൽ ടേക്ക് ദ സം ഓഫ് ദ ഗൈസ് ഹു ആർ പുവർ ആൻഡ് ദെൻ യു വിൽ ഡിവൈഡ് ദാറ്റ് by the total number of individuals in that particular district. Then you get head count ratio. Okay, head count ratio എന്താണ്? Number of poor divided by total population. Head count ratio. And P0 എന്ന് പറയുന്നത് P0 is equal to NP upon N. NP എന്ന് പറയുന്ന number of poor, N എന്ന് പറയുന്ന population. Here you are defining a variable Z. ആ ആൽഫബറ്റ് Z എന്താ ഡിഫൈൻ ചെയ്യുന്നത്? പോവർട്ടി ലൈൻ ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് എ വേരിയബിൾ, ഇറ്റ്സ് പോവർട്ടി ലൈൻ ആണ് Z. ആ Z പോവർട്ടി ലൈൻ ആണ്. ആ പോവർട്ടി ലൈനെ കണക്കാക്കുന്നത് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ വെച്ചിട്ട്. അതായത് ഒരു മന്ത് ഒരു ഇൻഡിവിജ്വൽ എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എത്ര എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഇഫ് എൻ ഇൻഡിവിജ്വൽ സ്പെൻഡ്സ് 900 rupees per month, if the monthly per capita expenditure is 900, അപ്പം you divide the number of poor by total number of population. Okay, അപ്പോൾ you will get head count ratio. Fine. ഈ ഒരു ചാർട്ട് നോക്കിക്കുക, ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. റീജിയൻ 1, റീജിയൻ 2, 2 റീജിയൻസ് ഉണ്ട്. അഗെയിൻ 8 ഇൻഡിവിജ്വൽസ് ഉണ്ട്. Z എന്ന് പറഞ്ഞ പോവർട്ടി ലൈൻ. പോവർട്ടി ലൈൻ എത്രയാണ്? 800 rupees ആണ്. ഇവിടെ റീജിയൻ 1 നോക്കൂ, ഇൻഡിവിജ്വൽ 5-ന്റെയും ഇൻഡിവിജ്വൽ 6-ന്റെയും ഇൻഡിവിജ്വൽ 7-ന്റെയും ഇൻകം 800 rupeesനെക്കാട്ട് താഴെയാണ്. അപ്പൊ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട്? 3. സോ 3 divided by 8, 0.375 ആണ് ഇവിടുത്തെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അഗൈൻ ഈ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് പുവർ ഹൗസ് ഹോൾഡ്സ് ബൈ HCR മെത്തേഡ്, അതായത് ഹെഡ് കൗണ്ട് റേഷ്യോ മെത്തേഡ് വെച്ചിട്ട് ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് പുവർ ഹൗസ് ഹോൾഡ്സ്, പ്രൊപ്പോർഷൻ ഓഫ് പുവർ ഹൗസ് ഹോൾഡ്സ്, വാല്യൂ ആണ് ഇവിടെ, അബ്സല്യൂട്ട് നമ്പർ അല്ല. വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു യൂസ് ദിസ് ഫോർമുല, അതായത് 1/n into സിഗ്മ yi. സിഗ്മ yi എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓഫ് ഇൻകംസ്, സമ്മേഷൻ ഓഫ് ഇൻകംസ് വിച്ച് ആർ ബിലോ ദ പോവർട്ടി ലൈൻ. ഫൈൻ. ഇവിടെ പോവർട്ടി ലൈൻ എത്രയാണ്? 800 ആണ്. സോ 800-ന് താഴെയുള്ള ഇൻകം 790 or 780 or 700 അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് വാല്യൂ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് പുവർ. അഗ്രിഗേറ്റ് വാല്യൂ കിട്ടും ആ സൊസൈറ്റിയുടെ അല്ല റീജിയന്റെ. ഓക്കെ, ഫൈൻ. എന്താണ് HCR, ഹെഡ് കൗണ്ട് റേഷ്യോയുടെ ഡ്രോബാക്സ്? ആദ്യത്തെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? HCR എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണം, ഹൗ മെനി പുവർ ആർ ദർ ഇൻ ദിസ് കൺട്രി, ഹൗ മെനി പുവർ ആർ ദർ ഇൻ ദിസ് പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട്, ഹൗ മെനി പുവർ ഇൻ ദിസ് പെർട്ടിക്കുലർ റീജിയൻ. HCR അത്രേ ഉള്ളൂ. ഈ HCR നമുക്ക് ഒരിക്കലും റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് പോവർട്ടിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, മേ ബി 2 റീജിയൻസിന് ഒരേ HCR ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇന്റൻസിറ്റി വേറെ ആയിരിക്കും. സി ഫോർ എക്സാമ്പിൾ, എന്റെ ഇൻകം, ഒരാളുടെ ഇൻകം 790 ആണ് റീജിയൻ 1, മറ്റേ ആളുടെ ഇൻകം 700 ആണ് അവിടെ റീജിയൻ 2. രണ്ടുപേരും നമ്മൾ ഒറ്റ ഇൻഡിവിജ്വൽ ആയിട്ട് കണക്കും. അതായത് ഒരു നമ്പർ ആണ് HCRലോട്ട് പോകുന്നത്. പക്ഷെ എന്താണ്, ഇൻകം വെച്ച് നോക്കുമ്പോൾ താഴത്തെ റീജിയനിലെ ആൾ കുറച്ചുകൂടെ അധികം ഡിപ്രൈവ്ഡ് ആണ്. അതായത് ഇന്റൻസിറ്റി ഓഫ് പോവർട്ടിനെ പറ്റിയതൊന്നും പറയില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡു നോട്ട് ഷോ ഹൗ പുവർ ദ പുവർ റിയലി ആർ. ഇഫ് ദ പോവർട്ടി ലൈൻ ഇസ് 800 rupees, a person earning of ₹500 and ₹20 are counted in HCR, but the intensity varies. That is what I just said. Okay, അതായത് ഒരു പുവർ ആയിട്ടുള്ള ഒരാൾ എന്തോരം പുവർ ആണെന്ന് ഒരിക്കലും അത് കാണിക്കുന്നില്ല. അതുപോലെ 2 റീജിയൻസിലെ റിലേറ്റീവ് ഇന്റൻസിറ്റി അവർ കാണിക്കുന്നില്ല. ഇപ്പൊ 2 റീജിയൻ HCR സെയിം ആയിരിക്കും, പക്ഷെ മേ ബി റീജിയൻ 2 കുറച്ചുകൂടി അധികം ഡിപ്രൈവ്ഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്? ഡസ് നോട്ട് ക്യാപ്ചർ ദ ഡിസ്ക്രിമിനേഷൻ ഇൻ കൺസംഷൻ ലെവൽസ് അക്രോസ് മെമ്പേഴ്സ് ലൈക്ക് സേ ബൈ ജെൻഡർ. ഓരോ ജെൻഡർ എത്ര കൺസ്യൂം ചെയ്യുന്നു, ഓരോ സോഷ്യൽ ഗ്രൂപ്പ് എത്ര കൺസ്യൂം ചെയ്യുന്നു എന്നൊരു ഐഡിയ നമുക്ക് HCR കിട്ടില്ല. HCR is a very peripheral, it gives a very peripheral understanding of what poverty is, how many poor are there in the particular economy. അത്രേ ഉള്ളൂ HCR.
Okay, so we say that poverty gap ratio is superior to HCR. So if the paper is asking you a question, why is poverty gap ratio superior to HCR, you must say that HCR എന്താണ് HCR എന്ന് എഴുതുക. HCR is defined as total number of poor divided by total population. HCRന്റെ ഡ്രോബാക്സ് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? റിലേറ്റീവ് ഇന്റൻസിറ്റി ഓഫ് പോവർട്ടിനെ പറ്റി ഒന്നും പറയുന്നില്ല. പൂർ എന്തോരം, ഹൗ പൂർ ദ പൂർ റിയലി ആർ, അതൊരിക്കലും അതിനെപ്പറ്റി പറയുന്നില്ല. ഡു നോട്ട് ക്യാപ്ചർ ഡിസ്ക്രിമിനേഷൻ കൺസംഷൻ ലെവൽ അക്രോസ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അത് കാണിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ എന്താണ് HCR പോവർട്ടി ഗ്യാപ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു മെഷറാണ്. നൗ വി ആർ ഗോയിങ് ടു പോവർട്ടി ഗ്യാപ് റേഷ്യോ. എന്താണ് പോവർട്ടി ഗ്യാപ് റേഷ്യോ? പോവർട്ടി ഗ്യാപ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് മെഷർ ചെയ്യുന്നത് ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി ആണ്. അതായത് HCR മെഷർ ഇൻസിഡൻസ് ഓഫ് പോവർട്ടി ആണ്, എത്ര ആൾ പോറാന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് പോവർട്ടിയാണ് നോക്കുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബിഫോർ കാൽക്കുലേഷൻ നമ്മളൊരു പോവർട്ടി ലൈൻ ഉണ്ട്, ആ പോവർട്ടി ലൈനിന്റെ താഴെ കുറെ ആൾക്കാരുണ്ട്. ഇറ്റ് ഷോസ് ഹൗ ഫാർ ബിലോ ദ പോവർട്ടി ലൈൻ ദ പുവർ ഫോൾ ഓൺ ആവറേജ്. അതായത് ആവറേജ് നോക്കുമ്പം എത്രയാണ് ആ ഇക്കോണമിയിൽ ഒരു ആവറേജ് ഡെപ്രിവേഷൻ, അല്ലെങ്കിൽ എത്രയാണ് ആ ഇക്കോണമിയിൽ ഒരു ആവറേജ് പോവർട്ടി. അതാണ് ആ ഒരു സെൻസ് നമുക്ക് പോവർട്ടി ഗ്യാപ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, പിന്നെ പോവർട്ടിയുടെ സിവിയറിറ്റിനെ പറ്റി അതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഇനീക്വാലിറ്റിനെ പറ്റിയൊന്നും ഈ ഒരു പോവർട്ടി ഗ്യാപ് റേഷ്യോന് നമുക്ക് ഐഡിയ തരാൻ പോവർട്ടി ഗ്യാപ് റേഷ്യോക്ക് ഐഡിയ തരാൻ പറ്റില്ല. ഡാൽട്ടൺസ് ട്രാൻസ്ഫർ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനീക്വാലിറ്റിയുടെ ആക്സിയംസ് ഡിസ്കസ് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ അഗെയിൻ പോവർട്ടി ഗ്യാപ് റേഷ്യോ അത് വയലേറ്റ്. ഈ ഇക്വേഷൻ നോക്കിക്കേ, P1 എന്ന് പറഞ്ഞാൽ 1/n into sigma GI/Z. GI എന്ന് പറഞ്ഞാൽ പോവർട്ടി ഗ്യാപ്പ് ഓഫ് ഹൗസ് ഹോൾഡ്, I ഗ്യാപ്പ്, G ഫോർ ഗ്യാപ്പ്. GI എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ആണ്. അതായത് ഐ ഷോ ദ എങ്ങനെ PGR കാൽക്കുലേറ്റ് നോക്കിക്കോ. 2 റീജിയൻസ് ഉണ്ട്, റീജിയൻ 1, റീജിയൻ 2. റീജിയൻ 1ന്റെ 8 ഇൻഡിവിജ്വൽസ്, ഓരോരുത്തരുടെ ഇൻകം കൊടുത്തിട്ടുണ്ട് 950, 1100, 1000 അങ്ങനെ. റീജിയൻ 2ലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. GI എന്ന് പറഞ്ഞ ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പ് എന്തിന്റെ ഗ്യാപ്പാണ്? പോവർട്ടി ലൈൻ എത്രയാണ് നോക്കുക. പോവർട്ടി ലൈൻ ഇവിടെ തന്നിരിക്കുന്നത് 800 ആണ്. 800-നെക്കാട്ടും കുറവുള്ള ഇൻകം മാത്രം നോക്കാം. 750 ഉണ്ട്, 775 ഉണ്ട്, 790 ഉണ്ട് ഈ ഒരു റീജിയൻ 1-ല്. ഓക്കെ, ഈ ഒരു ഇൻകവും പോവർട്ടി ഗ്യാപ്പിന്റെ ഇൻകം ലെവലും കൂടെ നമ്മൾ ഡിഫറൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, GI എന്ന് പറയുമ്പോൾ എന്താണ്? Z മൈനസ് YI. ഈ YI എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻകവും നമ്മൾ ഈ Z എന്ന് കുറയ്ക്കാൻ പാടില്ല. ഓൺലി ദോസ് ഇൻകംസ് വിച്ച് ആർ ലോവർ ദാൻ ദ പോവർട്ടി ലൈൻ. ഓക്കെ, അപ്പൊ GI Z മൈനസ് YI ആണ്. ഈ 1-ല് നോക്കിക്കേ, ഇവിടെ 950 ആണ് റീജിയൻ 1ന്റെ ഇൻകം. ഈ 950 എന്ന് പറഞ്ഞാൽ 800-നെക്കാട്ട് കൂടുതലാണ്, പോവർട്ടി ലൈനെക്കാട്ട് കൂടുതലാണ്. ഇറ്റ് മീൻസ് ദിസ് ഇൻഡിവിജ്വൽ ഇസ് നോട്ട് പുവർ, ഹിസ് നോട്ട് പുവർ അല്ല കേട്ടോ. അപ്പൊ നമ്മളിവിടെ 0 എന്നാണ് ഇടുന്നത്, കാരണം ഇവിടെ പോവർട്ടി ലൈനെക്കാട്ടും കൂടുതലാണ് ഇൻകം. 0 0 0 0 ഇവിടെ 50 വരാൻ കാരണം എന്താ? Z മൈനസ് YI, 800 മൈനസ് 750. 750 800-നെക്കാട്ടും കുറവായതുകൊണ്ട് നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യും. ഇവിടെയും ചെയ്തു. അതായത് 50 25 10. ഓക്കെ, അതാണ് GI. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? GI-നെ Z കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Z എന്ന് പറഞ്ഞാൽ പോവർട്ടി ലൈൻ ആണ്. ഓക്കെ, GI/Z എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം 0 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, 50 ഡിവൈഡഡ് ബൈ 800, 25 ഡിവൈഡഡ് ബൈ 800, 10 ഡിവൈഡഡ് ബൈ 800. അങ്ങനെ നമുക്ക് അവസാനം അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 0.0133 എന്ന് കിട്ടിയ GI/Z. ഓക്കെ, ഇവിടെ എന്താണ്? റീജിയൻ 2 അതുപോലെ തന്നെ സിഗ്മ GI/Z 0.119 എന്ന് കിട്ടി. ഇതല്ല പോവർട്ടി ഗ്യാപ് റേഷ്യോ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? യു വിൽ ഗെറ്റ് ഇവിടെ റീജിയൻ 1-ൽ 0.10625 എന്ന് കിട്ടി. അതുപോലെ റീജിയൻ 2-ൽ 0.95 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ 800 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ പോപ്പുലേഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് പോവർട്ടി ഗ്യാപ് റേഷ്യോ. എന്താ ചെയ്തത്? ആദ്യം നമ്മൾ നോക്കേണ്ടത് പോവർട്ടി ലൈൻ എന്താണ് നോക്കുക, പോവർട്ടി ലൈൻ ലെവൽ ഓഫ് ഇൻകം എന്താണ് നോക്കുക. പോവർട്ടി ലൈൻ ലെവൽ ഓഫ് ഇൻകം നോക്കിയതിന് ശേഷം ആ ഇൻകത്തിനെക്കാട്ടും കുറവുള്ള ഇൻഡിവിജ്വൽസിനെ മാത്രം എടുത്തിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതാണ് GI. ആ GI-നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? പോവർട്ടി ലൈനിനോട് ഡിവൈഡ് ചെയ്യുക, 800 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന്റെ സം എടുക്കുക. സം എടുത്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് PGR. HCR എന്താ? ജസ്റ്റ് നമ്മൾ എത്ര പേര് പോറാ നോക്കി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ഗ്യാപ്പ് എടുത്തു. ഗ്യാപ്പിനെ നമ്മൾ പോവർട്ടി ലൈനോട് ഡിവൈഡ് ചെയ്തിട്ട് അവസാനം നമ്മൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ ഡിവൈഡ് ചെയ്തുമ്പോൾ യു ഗെറ്റ് പോവർട്ടി ഗ്യാപ് റേഷ്യോ. അടുത്താണ് സ്ക്വയർഡ് ഗ്യാപ് റേഷ്യോ. അത് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ്. HCR, PGR, SGR. സ്ക്വയർഡ് ഗ്യാപ് റേഷ്യോ അല്ലെങ്കിൽ P2 എന്ന് പറഞ്ഞാൽ എന്താണ്? P2 എന്ന് പറഞ്ഞാൽ അത് ഈ GI/Z ഇല്ലേ, GI/Z എന്ന് പറഞ്ഞാൽ പോവർട്ടി ഗ്യാപ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് GI/Z അവർ സ്ക്വയർ ചെയ്യും.
സ്ക്വയർ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സേ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഇൻകം 750 ആണ്, പോവർട്ടി ലൈൻ 800 ആണ്, മറ്റൊരാളുടെ ഇൻകം 725 ആണ്, പോവർട്ടി ലൈൻ 800 ആണ്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ആദ്യത്തെ ആള് കുറച്ചുകൂടെ റിലേറ്റീവ്ലി റിച്ച് ആണ്, മറ്റേ ആള് ഭയങ്കര റിലേറ്റീവ്ലി, ഇയാളെ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി പുവർ രണ്ടാമത്തെ ആളാണ്. ഈ റിലേറ്റീവ് പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻകം നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ, ആ ഗ്യാപ്പ് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം ആൾക്ക് കൂടുതൽ വെയിറ്റ് കിട്ടും. സോ കൂടുതൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക്, കൂടുതൽ പുവർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൂടുതൽ വെയിറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിത് സ്ക്വയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് PGRനെക്കാട്ടി ഇംപ്രൂവ്ഡ് ആണ് സ്ക്വയർഡ് ഗ്യാപ്പ് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. SGR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ PGR ചെയ്ത പോലെ തന്നെ GI എടുത്തു, GI/Z എടുത്തു. GI/Z നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. GI/Z സ്ക്വയർ ചെയ്തിട്ട് നമ്മൾ അതിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ. യു ഗെറ്റ് ഇൻകം ഗ്യാപ്പ് റേഷ്യോ. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? HCR ഉണ്ട്, PGR ഉണ്ട്, SGR ഉണ്ട്. ഇത് മൂന്നുമാണ് മെഷർമെന്റ്സ് ഓഫ് പോവർട്ടി. ഫൈൻ. നൗ ലെറ്റ് us മൂവ് ടു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട് ഓഫ് പോവർട്ടി. പോവർട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻകം ലെവൽ ഇത്ര ആയതുകൊണ്ട് ഞാൻ പുവറായി, കൺസംഷൻ ലെവൽ ഇത്ര ആയതുകൊണ്ട് ഞാൻ പുവറായി എന്ന് മാത്രമല്ല, പോവർട്ടി ഒരു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട് ആണ്. അതായത് ഇപ്പോൾ ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെ പറ്റി നമ്മൾ പറയാം. അതായത് ദിസ് പേഴ്സൺ ഇസ് മൾട്ടി ഡയമെൻഷണലി പുവർ. ഓക്കെ, അപ്പൊ പോവർട്ടി ഇസ് നോട്ട് ഓൺലി അബൌട്ട് ഇൻകം ഓർ കാലറീസ്. ഒരാൾക്ക് ഒരു മാസം ഇത്ര കാലറീസ് ഇൻടേക്ക് ചെയ്താൽ അയാൾ പുവർ അല്ല, നോൺ പുവർ ആണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. People face shortages in education, health and living conditions. Hence, single dimensional measures are inadequate. എന്തുകൊണ്ടാണ് സിംഗിൾ ഡയമെൻഷണൽ മെഷേഴ്സ് ഇനാഡിക്വേറ്റ് എന്ന് പറയുന്നത്? ആൾക്കാരുടെ ഡെപ്രിവേഷൻ ക്യാൻ ബി ഇൻ ദ ടേംസ് ഓഫ് എന്താണ്? എഡ്യൂക്കേഷൻ ആവാം. സി മൈ ഇൻകം പോവർട്ടി ലൈനെക്കാട്ട് കൂടുതലാണ്, പക്ഷേ എനിക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. ഐ എം ഡിപ്രൈഡ് ഓഫ് എഡ്യൂക്കേഷൻ, അല്ലെ ഡിപ്രൈഡ് ഓഫ് പ്രോപ്പർ ഹെൽത്ത്, അല്ലെ എൻ്റെ ലിവിങ് കണ്ടീഷൻസ് വളരെ മോശമാണ്. സോ ഐ എം മൾട്ടി ഡയമെൻഷണലി പുവർ. അപ്പോൾ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് OPHI കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഇത്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 ഡയമെൻഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലിവിങ് സ്റ്റാൻഡേർഡ്സ്. ഈ ഓരോരോ ഡയമെൻഷൻ മെഷർ ചെയ്യാനും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ മെഷർ ചെയ്യുന്നത് ഇയേഴ്സ് ഓഫ് സ്കൂളിങ്ങും സ്കൂൾ അറ്റൻഡൻസും വെച്ചിട്ടാണ്. അതായത് ഇപ്പം ഒരു ഹൗസ് ഹോൾഡ് മെമ്പർ 5 years ഓഫ് എഡ്യൂക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്? അയാൾ പുവർ ആണ്, ആ ഹൗസ് ഹോൾഡ് പുവർ ആണ്. അല്ലെങ്കിൽ ഒരു എനി സ്കൂൾ ഏജ് ചൈൽഡ് നോട്ട് അറ്റൻഡിങ് ക്ലാസ്സസ്, അതായത് ഒരു 1 to 8 ക്ലാസ്സസിൽ ആ ഫാമിലിയിൽ ഒരു കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഫാമിലി എഡ്യൂക്കേഷനിലെ രണ്ടാമത്തെ ഇൻഡിക്കേറ്ററിൽ ഫെയിൽ ചെയ്യും. ഹെൽത്തിലാണെങ്കിൽ നമുക്ക് അഗൈൻ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്: ചൈൽഡ് മോർട്ടാലിറ്റി, ന്യൂട്രീഷൻ. ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ശിശു മരണം, അതായത് ആ ഫാമിലിയിൽ ഒരു ചൈൽഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി ഷുഡ് ബി പുവർ. അല്ല, ആ ഇൻഡിക്കേറ്ററിൽ ദിസ് പെർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് വിൽ ഫെയിൽ. ന്യൂട്രീഷൻ, ഏതെങ്കിലും അഡൽട്ടോ ചൈൽഡോ മാൽനറിഷ്ഡ് ആണോ നോക്കും. ഫൈൻ. പിന്നെ അടുത്തത് ലിവിങ് സ്റ്റാൻഡേർഡ്സ്. സോ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആണ് 3 ഡയമെൻഷൻസ്. ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ്? ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, ഫ്ലോറിംഗ്, കുക്കിംഗ് ഫ്യൂവൽ, ആസെറ്റ്സ്. ഇതൊക്കെയാണ് ലിവിങ് സ്റ്റാൻഡേർഡ്സിലെ ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഒരു പേഴ്സൺ മൾട്ടി ഡയമെൻഷനലി പുവർ ആണോ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? അതായത് ഈ മൂന്ന് കാര്യങ്ങളില് ഹി ഈസ് ഡിപ്രൈവ്ഡ് ഇൻ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 33% ഓഫ് ടോട്ടൽ വെയ്റ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിനും ഇതിൽ ഓരോരോ 3 ഡയമെൻഷൻസ് ഉണ്ടല്ലോ, ഹെൽത്തും എഡ്യൂക്കേഷനും ലിവിങ് സ്റ്റാൻഡേർഡും. ഓരോരോ ഡയമെൻഷനും 1/3 വെയിറ്റ് കൊടുത്തിട്ട് ഇവർ കാൽക്കുലേറ്റ് ചെയ്യും പോവർട്ടി. 1/3 കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മോർ ദാൻ 33% വെയ്റ്റഡ് ഇൻഡിക്കേറ്റേഴ്സിനെക്കാട്ടും ആണ് ഇയാളുടെ അതായത് ഇഫ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇസ് ഡിപ്രൈവ്ഡ് ഇൻ മോർ ദാൻ 33% ഓഫ് ടോട്ടൽ വെയ്റ്റഡ് ഇൻഡിക്കേറ്റേഴ്സ്, അയാൾ നമ്മൾ പുവർ ആയിട്ട് ഡെസിഗ്നേറ്റ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിനെ പുവർ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യും. സോ പോവർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും യൂണി ഡയമെൻഷണൽ ആസ്പെക്ട് അല്ല, അതൊരു മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട് ആണ്. കേവലം ഇൻകവും കൺസംഷനും വെച്ചിട്ട്, അല്ലെങ്കിൽ കാലറി റിക്വയർമെന്റോ വെച്ചിട്ട് നമുക്ക് പോവർട്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൽ ഒരുപാട് അധികം ഇൻഡിക്കേറ്റേഴ്സ്, അധികം ഡയമെൻഷൻസിൽ പോവർട്ടിനെ സമീപിക്കേണ്ടി വരും. അതാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോ മെത്തേഡ് തന്നെയാണ്. അതായത് Q/N. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ എത്ര പേരാണ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, അപ്പം അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ഈ പോവർട്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ വെയ്റ്റഡ് ഡെപ്രിവേഷൻ ഓഫ് ദ പുവർ ഡിവൈഡഡ് ബൈ Q.
അതായത് MPHA കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഡെപ്രിവേഷൻസിന്റെ വെയിറ്റഡ് സം എടുക്കും. അതായത് ടോട്ടൽ വെയിറ്റഡ് ഡെപ്രിവേഷൻ എടുത്തിട്ട് അതിനെ നമ്പർ ഓഫ് മൾട്ടി ഡയമെൻഷനലി പൂർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി. ഫൈൻ. അപ്പൊ MPI കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? MPI കാൽക്കുലേറ്റ് ചെയ്യുന്നത് H/A ആണ്. H എന്ന് പറഞ്ഞാൽ ഹെഡ് കൗണ്ട് റേഷ്യോ ആയിരിക്കും. അതായത് മൾട്ടി ഡയമെൻഷനിൽ എത്ര പേര് പൂർ ആണ് അതിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് പോവർട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇനി നമ്മൾ പോകുന്നത് ആക്സിയംസ് ഓഫ് പോവർട്ടിയിലോട്ടാണ്. ആക്സിയംസ് ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിയംസ് ഓഫ് പോവർട്ടി ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ ടൈം കൺസ്ട്രെയിന്റ് കാരണം നമുക്ക് ഇന്ന് റാപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലായിരിക്കും ആക്സിയംസ് ഓഫ് പോവർട്ടി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? സ്റ്റേറ്റിന്റെയും മാർക്കറ്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും മാർക്കറ്റിന്റെയും സൊസൈറ്റിയുടെ ഇന്റർ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. മാർക്കറ്റ് ഇക്കോണമിയിൽ സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ പോവർട്ടി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റും അതിനെങ്ങനെ മെഷർ ചെയ്യണമെന്ന് പഠിച്ചു. ആൻഡ് അടുത്ത് നമ്മൾ ആക്സിയംസ് ഓഫ് പോവർട്ടിയിലായിട്ടായിരിക്കും പോകുന്നത്. Okay, see you in the next class then. Thank you.